നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സംസാരിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡിപ്രഷൻ അഥവാ വിഷാദരോഗം. ഒത്തിരി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. ഡിപ്രഷനുള്ള ട്രീറ്റ്മെന്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പ്രധാനമായും രണ്ട് രീതിയിലുള്ള ചികിത്സകളാണ് ഇന്ന് ഡിപ്രഷന് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തേത് സൈക്കോതെറാപ്പിയാണ്, രണ്ടാമത്തേത് ആൻറ്റി ഡിപ്രസന്റ് മരുന്നുകളും. സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായ പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച ഒരു വ്യക്തി നിങ്ങളോട് നേരിട്ടോ ഓൺലൈനായോ സംസാരിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ, ചിന്തയിലെ വൈകല്യങ്ങളും ഡിപ്രഷന് കാരണമായേക്കാവുന്ന പല കാര്യങ്ങളും കണ്ടുപിടിച്ച് അതെല്ലാം പരിഹരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സൈക്കോതെറാപ്പി. 12 മുതൽ 20 സെഷൻസ് വരെ പലപ്പോഴും നമുക്ക് ആവശ്യം വന്നേക്കാം. പക്ഷേ പല പേഷ്യൻസിനും നമുക്ക് സൈക്കോതെറാപ്പി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പി മാത്രം മതിയാവാതെയോ ഒക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആൻറ്റി ഡിപ്രസന്റ് മരുന്നുകൾ കൂടി ഈ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടി വരും. ആൻറ്റി ഡിപ്രസന്റ് മരുന്നുകൾ പല തരത്തിലുള്ളത് ഇന്ന് അവൈലബിൾ ആണ്. ഈ മരുന്നുകളെല്ലാം തലച്ചോറിലെ നമ്മുടെ കെമിക്കലുകളുടെ വ്യതിയാനങ്ങളെ കറക്റ്റ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിനിലെ കെമിക്കലുകളുടെ അതേ രീതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ആൻറ്റി ഡിപ്രസന്റ് മരുന്നുകളെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളും പ്രത്യേകിച്ച് യുവാക്കൾ നമ്മളോട് വന്ന് പറയാറുണ്ട്. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ, ഈ മരുന്നുകൾക്കെല്ലാം ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്, ഇത് കഴിച്ചാൽ കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോകും എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഇന്ന് സൈക്യാട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള മരുന്നുകളിൽ ഒന്നാണ് ആൻറ്റി ഡിപ്രസന്റ് മരുന്നുകൾ. വലിയ സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഡിപ്രഷനെ ചികിത്സിക്കാനായിട്ട് ഇന്ന് സാധ്യമാണ്. മറ്റൊരു തെറ്റിദ്ധാരണ, ഈ മരുന്നുകൾ തുടങ്ങിയാൽ അത് ആജീവനാന്തം കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതും ഒട്ടും ശരിയല്ല. നമ്മൾ ഈ മരുന്നുകളെല്ലാം തുടങ്ങി അത് ആക്ട് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒരിക്കലും പനി കുറയാൻ വേണ്ടി പാരസെറ്റമോൾ കഴിക്കുന്നത് പോലെ ഇന്ന് കഴിച്ച് നാളെ തന്നെ നിങ്ങളുടെ ഡിപ്രഷൻ ആൻറ്റി ഡിപ്രസന്റ് മരുന്നുകൾ മാറ്റില്ല. ഒരു 2-3 ആഴ്ചയൊക്കെ എടുക്കും ഇതിൻ്റെ ആക്ഷൻ കണ്ടു തുടങ്ങാൻ തന്നെ. നമ്മളത് കുറച്ച് നാൾ തുടർന്ന് കഴിച്ച് ഡിപ്രഷൻ എല്ലാം മാറിയാൽ വീണ്ടും ഒരു 6 മുതൽ 9 മാസം വരെ കൂടി തുടർന്ന് കഴിച്ചാലാണ് മറ്റൊരു ഡിപ്രഷൻ എപ്പിസോഡ് നമുക്ക് ഉണ്ടാവാതെ ഇരിക്കുന്നത്. അതായത് വിഷാദത്തെ ഭാവിയിൽ കൂടി പ്രിവെന്റ് ചെയ്യാനായിട്ട് ആൻറ്റി ഡിപ്രസന്റ് മരുന്നുകൾ സഹായകമായിരിക്കുമെന്നുള്ളത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ഈ മരുന്നുകൾ തുടങ്ങേണ്ടതും തുടർന്നു പോകേണ്ടതും പതുക്കെ നിർത്തേണ്ടതും. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ മാത്രമാണ് ഈ മരുന്നുകൾ നമുക്ക് കുറച്ചധികം നാൾ തുടരേണ്ടി വരുന്നത്. അപ്പോഴും പ്രഷറിനും ഷുഗറിനും ഒക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ കറക്റ്റായ ഡോസിൽ കഴിച്ചാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലായിട്ട് മുൻപോട്ട് പോകാനായിട്ട് പറ്റും. നാഷണൽ മെൻ്റൽ ഹെൽത്ത് സർവേ പ്രകാരം ഡിപ്രഷനുള്ള ഭൂരിഭാഗം പേരും യാതൊരു ചികിത്സയും എടുക്കാതെ ഒറ്റയ്ക്ക് വളരെ സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നവരാണ്. ഇതിനുള്ള പ്രധാന കാരണം ഈ മരുന്നുകളെ പറ്റിയും ചികിത്സകളെ പറ്റിയുള്ള അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഡിപ്രഷൻ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക.